ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ലോഡ് കയറ്റാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ തീർന്നു. ഇപ്പം എന്തിട്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോഡ് എയർ കണ്ടീഷൻ സംഭവങ്ങളാണ്. അതാണെങ്കിൽ എൻ്റെ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടിയാണ്. ഈ സാധനം ചുമ്മാ കീറിയിട്ട് ആൾക്കാർ ചുമ്മാ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വലിയ ചാമ്പാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് മാന്യമായ രീതിയിൽ ഏതെങ്കിലും പാർക്കിങ്ങിൽ പോയിട്ട് കിടക്കാം. പെയ്ഡ് പാർക്കിങ്ങിലും ഉണ്ട് വരും വേണ്ടി. En 300 metros, gira a la izquierda en la C37. അപ്പോൾ അതാണ് ഇന്നത്തെ സംഭവം. ഞാനിപ്പോൾ വണ്ടി അങ്ങ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. Buenas tardes. Gracias, papá. Muchas gracias, papá. Que tenga buena tarde. പുള്ളിക്കാരിയാണ് വൈകിട്ടത്തെ അവിടെ ഇത് ചെയ്യണമെന്ന് തോന്നുന്നു. Gira a la izquierda en la C37. കുറച്ച് കോംപ്ലിക്കേഷൻ ആണത്. അതിനേക്കാളും മുമ്പ് നമുക്ക് ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ പോയിട്ടിട്ട് നാളെ കാലത്ത് വീണ്ടും ചെയ്യാം. 48 കിലോമീറ്റർ. ഓക്കെ, ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അവിടേക്ക് പോണത് നാഷണൽ റൂട്ടാണ്. വണ്ടിയുടെ സൈഡൊക്കെ മാന്യമായ രീതിയിൽ വരച്ചിട്ടുണ്ടല്ലോ ഇവിടെ. സൈഡ് ഈ സൈഡ് എടുക്കേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, സംഭവം ലോഡ് കയറ്റിയേക്കണത് ഒരു സുഖമില്ലാത്തുള്ള പരിപാടിയിലാണ്. ഇതില് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടും സെയിം ആണുള്ള രീതിയാണ്. നമുക്ക് നന്നായി ഒഴിച്ചൊന്ന് പോയി നോക്കിയാലോ. A7 എഴുതിയിട്ടുണ്ട്, AP7 എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ വഴിക്കൂടെ പോവാം. ഇത് 5 മിനിറ്റ് സ്ലോ ആണ് പറയണേ. നോക്കട്ടെ. ബ്ലോക്ക് ഉണ്ടോന്ന് അറിയണ്ട. ഇല്ല, ബ്ലോക്ക് ഇല്ല. ഹൈവേയിൽ അവിടെ കയറിയിട്ട് പയ്യനെ ചവിട്ടി അങ്ങോട്ട് പോവാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാണെങ്കിൽ കൂട്ടാനുള്ള സാധനങ്ങളൊന്നുമില്ല. പഴയ ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഇതാ. പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇത് വഴി കൊണ്ടിട്ടാൽ ചിലപ്പോൾ പോകും. അതുകൊണ്ട് വലിയ റിസ്ക് പരിപാടിക്ക്. Gira a la izquierda en la C37, después gira a la derecha por la primera calle. ഇതിലെ പറയണേ, എനിക്ക് മനസ്സിലാവണില്ല. C37 അതിലെടുത്തിട്ട് 27. ഇത് ഇതിലേ പോണേ നോക്കട്ടെ. ചിലപ്പോൾ നമുക്ക് കറങ്ങി തിരിച്ച് പോരേണ്ടി വരും. എങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ പുതിയ വണ്ടികളാണുള്ളതൊക്കെ. ആ വണ്ടികളിലെ ഇതാണ് വന്നിട്ടാണ്
ഇവിടെ നിന്നാണ് പൊടിയൊക്കെ തുടച്ച് ആൾക്കാർ പൊടി കൊടുക്കുന്ന ആൾക്കാർ കഴിഞ്ഞിട്ട് അവർ ചൈനക്കാരാ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മൊത്തം ചൈന വണ്ടിയായിരിക്കും. അതെ, ഇത് ചൈനയുടെ ഗോഡൗണാ. അപ്പുറത്ത് കാണുന്നത് മൊത്തം. അവിടെ വണ്ടി ഇറക്കിയിട്ട് അവന്മാർ അവിടെ നിന്ന് നൈസായിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഇറക്കുമായിരിക്കും. ഇത് വന്നിട്ട് ഇക്കയുടെ മെയിൻ ഗോഡൗണാണ്. നമ്മളിപ്പോൾ ഉള്ളത് തറകോണയിലാണ്, ബാർസലോണയുടെ തൊട്ട് താഴെ. ഇതിലില്ലാതെ ചീഞ്ഞ വഴിയായി പോയി. അപ്പുറത്തോടെ തന്നെ പോയാൽ മതിയായിരുന്നു. കെട്ടാൻ പോലുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. Turn left onto Cara Sabatos. In 500 meters, use any lane to turn right to stay on Cara Sabatos. En 300 metros, gira a la derecha en la carretera del Pla de Santa María. നമുക്കിപ്പോൾ ഇന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഒരു പെയ്ഡ് വർക്കിംഗ് നടന്നിട്ട് നാളെ വെളുപ്പിന് ആദ്യം എടുത്ത് പോവാം. Gira a la derecha en la carretera del Pla de Santa María. Use any lane to turn right to stay on Cara Sabatos. ശോകമായ പരിപാടി സൈഡൊക്കെ പോകുന്ന കണ്ടത്. In 500 meters, merge onto Carretera del Pla, C37. ഇതാണ് C37. ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഔത്തോപിസ്ത 7 എടുക്കണം. ഇത് നേരെ പോകണം. കാരണം ഇത് മൊത്തം മറ്റേ ഫ്രിഗോരിഫിക്കോ ടൈം സംഭവങ്ങളാ, AC സംഭവങ്ങളൊക്കെയാണ്. ചുമ്മാ വലിച്ചു വാരിയിട്ടാണ് അവർ. Sal de la rotonda por la segunda salida por la C37. നേരെ പോകുമ്പോൾ സ്പീഡിൽ പോയാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ തിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ സാമ്പോ ചെരിഞ്ഞു കെട്ടിയിട്ട് പോലും ഇല്ല സാധനം. In 50 meters, at the roundabout, continue straight to stay on Carretera del Pla, C37. Sal de la rotonda por la segunda salida. In 600 meters, at the roundabout, take the first exit onto the N240 ramp to Mont Blanc, Lleida. Sal de la rotonda por la segunda salida por la N240. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ പെട്രോൾ പമ്പുകൾ. ഇതിനൊക്കെ റേറ്റ് ഉള്ളൂ അവിടെ. ഇവിടെ കോവിഡ് തുറന്ന് അല്ല, കോവിഡ് അല്ല, ഇതിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറ് ടാക്സ് എടുത്ത് മാറ്റി കളഞ്ഞു. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അതേ വില അതിനേക്കാളും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ മാറിയോണ്ട് ടാക്സ് എടുത്ത് മാറ്റും. ഇനി ആദ്യം വരും എന്നാണ് പറഞ്ഞത്.
അധികം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും. In 200 meters, merge onto Carretera de Tarragona. Carretera de Tarragona is San Sebastián y Bilbao. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് Carretera de Tarragona സ്ഥിരം വന്ന ടീമുകൾ ആരും വണ്ടി എടുത്താണല്ലേ, വളരെ റയറാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മളപ്പോ നാഷണൽ 240 നമ്മളിപ്പോ നേരത്തെ വേഗം പോണതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് ബ്ലോക്ക് ആവും, പാർക്കിങ്ങിന് സ്ഥലം കിട്ടില്ല. അപ്പോൾ ഉള്ള നേരത്തെ നമുക്ക് അവിടെ പിടിക്കാൻ നോക്കാം. Carretera de Tarragona. Carretera de Tarragona is San Sebastián y Bilbao. Sal de la rotonda por la segunda salida por la N240. ഇത് നാഷണൽ 240. In 800 meters, at the roundabout, take the third exit and stay on Carretera de Tarragona. Carretera de Tarragona is San Sebastián y Bilbao. Sal de la rotonda por la tercera salida. Sal de la rotonda por la tercera salida por la N240. Exit the roundabout onto Carretera de Tarragona. Sal de la rotonda por la tercera salida por la A27. പക്കറങ്ങി ഞാൻ പറഞ്ഞോളാം, കയറി പോയാ. The A27 ramp to Tarragona, Valls. Exit the roundabout onto the ramp. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഹൈവേയിൽ കയറണം. ഇത് A27. Sigue por la A27. ഇതിപ്പോൾ A27. നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ തറകോണ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വേണം ഇവിടെ നിന്ന് ഈ പറഞ്ഞ പാർക്കിങ്ങിലേക്ക് കയറാനായിട്ട്. വണ്ടിയിൽ വലിയ കാര്യമായിട്ട് പോയിട്ടില്ല, വണ്ടിയിലെ പകുതി വരെ ഉള്ളൂ ലോഡ്. അങ്ങനെ ഓരോ പെട്ടികളായിട്ട് മുകളിൽ കയറ്റി വെച്ചേക്കാം. ഇതിൽ AC ഉണ്ട്, അതുപോലെ തന്നെ ഈ
എന്തൊക്കെയോ സംഭവം ഇലക്ട്രോണിക്സിൻ്റെ. നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. വൈകിട്ടാകുമ്പോഴേക്കും നല്ല തിരക്കാവും. ഇപ്പോൾ വന്നിട്ട് 6:45. നമ്മളൊരു അരമണിക്കൂർ വേണ്ട അവിടെ എത്താനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 4.25 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. ഇതെന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാലുമിക്ക് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇതിൽ ഇത് ഇട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലടിക്കും, കരിഞ്ഞു പോകും ഈ ഭാഗം. ഇനി ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമുക്ക് ഔട്ട് എടുക്കണം. ഇത് A7 ആണ്. ഇതിൻ്റെ AP7 എന്ന് പറയുന്നത്, അതായത് ഔട്ട് ഓഫ് ഹിസ്റ്ററി ആയിരുന്നത്. ടോളോടായിരുന്നു, ടോളൊക്കെ എടുത്ത് മാറ്റി. നമ്മൾ സാധാരണ ഇപ്പം ഇവിടെ കയറാൻ അല്ലെങ്കിൽ പോകുന്നത് ഈ വഴി കൂടെ ആയിരിക്കും, ടോൾ റോട്ടിൽ കൂടെ. ഇവിടെ ഇപ്പം ടോളില്ല. ഇതാണ് ആ ഹൈവേ. നമുക്ക് എങ്ങനെ പോയാലും അടുത്ത ഔട്ട് എടുക്കണം. ഇതാണ് ആ പറഞ്ഞ സ്ഥലം. 1143 ഔട്ട്. 1143ാമത്തെ Toma la salida 1143 a la derecha por la T312 después de entrar en la rotonda. ഇതാണ് ആ പാർക്കിങ്. Sal de la rotonda por la primera salida por la T312. സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16.5 യൂറോ കണ്ടാണ് ഇവിടെ. 16.5 യൂറോ ആണ് ഇവിടെ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. ഒന്ന് പോയി കുളിക്കണം. ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. ഇത്ര ഉള്ള പരിപാടി. നമുക്കപ്പോൾ എവിടെയാണ് നല്ലൊരു സ്ഥലം കിട്ടാൻ നോക്കട്ടെ. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണല്ലോ. ഇതും പാർക്കിങ്ങിന് കൊണ്ടുവന്ന സ്ഥലം നോക്കി. ഇവിടെ സ്ഥലമില്ലെങ്കിലും കൊണ്ടുവന്നിടാം ഈ പറഞ്ഞ സ്ഥലത്ത്. Gira a la izquierda, después gira a la derecha por la segunda calle. Obligatorio, sorry, 21 യൂറോ ആയി. 28 യൂറോ അങ്ങോട്ടായി. €23 രാത്രിക്ക് ഇവിടെ കിടക്കാൻ.
Gira a la derecha. ഇതവിടെ നല്ലൊരു ചാൻസ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ടാലോ, അവിടെ കൊണ്ടിടാം. അത് നല്ലത്. Has llegado al destino, Parking Tarragona Menú. El destino se encuentra a അല്ലെങ്കിൽ la ഇവിടെ derecha. ഇടണം. എവിടെ ഇട്ടാലും കുഴപ്പമില്ല. ഇവിടേക്ക് വന്നിട്ട് വണ്ടി അങ്ങോട്ട് കയറ്റിയിടാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. Veo la calle más cercana. Sigue por Vamos, 200 vamos, metros hasta el start final de la ചെയ്തിട്ട് calle. കിടന്നുറങ്ങാം. Después gira a la derecha. Turn right. അപ്പോൾ കൂട്ടുകാരെ, നമുക്കപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അതുവരെ എല്ലാവർക്കും ബൈ.